നമസ്കാരം. മുൻപ് വായിച്ചിരുന്നുവെങ്കിലും വീണ്ടും വായിച്ചപ്പോഴും അതേ ആകാംക്ഷയും ആസ്വാദനവും തോന്നിയ ഒരു പുസ്തകമാണ് ഒരു കുടയും ഒരു കുഞ്ഞുവെള്ളം. മലയാള സാഹിത്യത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു രചനയാണിത്. കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്ന ലളിതവും സുന്ദരവുമായ ആഖ്യാനരീതിയിലൂടെ മുറ്റത്ത് വർക്കിയെ ജനപ്രിയനാക്കിയ ഒരു നൊസ്റ്റാൾജിക് കൃതിയാണ് ഒരു കുടയും കുഞ്ഞുമകളും. ഏടുകൾ മറിയുമ്പോൾ തുടരുന്നു നമ്മുടെ യാത്ര തുടരുന്നു. മാതാപിതാക്കളുടെ വേർപാടിന് ശേഷം അമ്മയുടെ ജ്യേഷ്ഠത്തി പതിഞ്ഞ മൂക്കും തടിച്ചു കറുത്ത ശരീരവുമുള്ള മാമിത്തള്ളയോടൊപ്പം താമസിക്കുന്ന ബേബിയും അവന്റെ കുഞ്ഞുമങ്ങൾ ലില്ലിയും. ഈ നോവൽ ആരംഭിക്കുന്നത് സ്കൂൾ വിട്ടു വരുന്ന വഴിയിൽ മഴ വരുന്നത് പെങ്ങളോട് മുന്നേ പോകുന്ന ധനികയായ ഗ്രേസിയുടെ കുടയിൽ കയറാൻ പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന ബേബിയാണ്. എന്നാൽ ആ കുട്ടി ലില്ലിയെ കുടയിൽ കയറ്റിയില്ല. മഴ നനഞ്ഞ് മാറത്ത് പുസ്തകവും പിടിച്ചുകൊണ്ട് നനഞ്ഞു വിടർന്നു വന്ന ലില്ലി ഒരു വേദനയായി നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും. പിറ്റേ ദിവസം ആ ധനികയായ ഗ്രേസിയുടെ വരവും കാത്ത് പോക്കറ്റിൽ കുറെ കല്ലുമായി കാത്തു നിൽക്കുന്ന ബേബി അവളുടെ തലയിൽ കല്ലെടുത്ത് എറിഞ്ഞു പൊട്ടിച്ച് നാടുവിടുന്ന ഇടത്തു നിന്ന് കഥയുടെ ഗതി മാറും. അങ്ങനെ ആ സഹോദരങ്ങൾ വേർപിരിയുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു കുട വാങ്ങാനായി പണം സ്വരൂപിക്കുന്ന ബേബി പിന്നീട് ആ പണം മോഷണം പോകുന്നതും പിന്നെ അവരുടെ ജീവിതം മാറി മറയുന്നതും പരസ്പരം അറിയാതെയുള്ള അവരുടെ ജീവിതവും സംഭവബഹുലമായ നാടകീയത നിറഞ്ഞ ഈ നോവൽ വായനയ്ക്ക് പുതിയൊരു അനുഭവം നൽകുന്നു. വായനക്കാരുടെ കണ്ണു നിറയ്ക്കുന്ന ഒട്ടനവധി വൈകാരിക മുഹൂർത്തങ്ങൾ ഈ കൊച്ചു നോവലിലുണ്ട്. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു കുടയും കുഞ്ഞുമങ്ങളും തലമുറകൾ കൈമാറി ഇന്നും ഒരു വിങ്ങലായി പ്രകാശമായി നിലനിൽക്കുന്നു. ഈ പുസ്തകം വായിക്കുന്നതിലൂടെ വായനയുടെ ഒരു നല്ല അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം.